അവരെ പുറത്താക്കണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ ഇന്ത്യൻ്റെ എതിരെ ആരെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ അവരെ എതിർക്കാൻ BJP ഉണ്ടാവും, ഇന്നും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, വികസനം ഞങ്ങൾ BJP NDA ചെയ്യാൻ കഴിവുണ്ട്, ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മറ്റൊരു വാഗ്ദാനം ചെയ്യുന്ന പാർട്ടികളാണ്. അഴിമതി ഇല്ലാത്തൊരു ഗവർണൻസും അഴിമതി ഇല്ലാത്തൊരു ഒരു ഒരു സേവനൻ്റെ ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ BJPയിലാണ്. മറ്റൊരു അഴിമതിൻ്റെ പാർട്ടി, രണ്ട് പാർട്ടീസ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. മറ്റൊരു പീഡന രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടിയാണ്. ജനങ്ങളുടെ മനസ്സിൽ വിഷം തറയ്ക്കുന്ന പാർട്ടിയാണ്, നുണ പറയുന്ന പാർട്ടി. ഇതാണ് സത്യം. ഇത് എൻ്റെ ഒരു അഭ്യർത്ഥന. അടുത്ത 4-5 മാസം പാർട്ടി നന്നായി അധ്വാനിച്ചാൽ, ജില്ലേൻ്റെ ഈ ടീം വികസിത പത്തനംതിട്ട അധ്വാനിച്ചാൽ ഈ ഒരു വെല്ലുവിളി മാത്രമല്ല, ഇതൊരു അവസരമായിട്ട് മാറും എന്ന് എനിക്ക് ഒരു സംശയവുമില്ല. ജനങ്ങൾക്ക് മാറ്റം വേണം. ജനങ്ങൾക്ക് അറിയാം BJP NDA ആണ് ഈ മാറ്റം കൊണ്ടുവരാൻ കഴിവുള്ള ഒരു പാർട്ടി. ഈ ഒരു വികസന സന്ദേശം, നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങൾ, ഇവർ പറഞ്ഞ വാഗ്ദാനം വഞ്ചിച്ച ഈ രണ്ട് പാർട്ടീസിനെ കുറിച്ച് ജനങ്ങളുടെ അടുത്ത് നമ്മൾ പറഞ്ഞാൽ ഈ സത്യം ആയിരിക്കും നമ്മുടെ ഒരു ജയം, നമ്മളെ ജയിപ്പിക്കാനൊരു ഏറ്റവും വലിയ ഒരു മാർഗം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാറ്റം ഇവിടെ കൊണ്ടുവരണം. ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു മാറ്റമാണ്. മാറ്റം കൊണ്ടുവരാൻ താല്പര്യവും കഴിവുള്ള ഒരു പാർട്ടിയാണ് BJP. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ ഇവർ ട്രോൾ ചെയ്യും. 4 ദിവസം മുമ്പേ വിഴിഞ്ഞലിൽ ഞാൻ ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിൻ്റെ മരുമകന് വല്ലാത്തൊരു പ്രോബ്ലം, സങ്കടം. നരേന്ദ്രമോദിജി പറഞ്ഞ പോലെ ഉറക്കം എല്ലാം പോയി. അപ്പോൾ ട്രോളി ഒരു മുഴുവൻ 2 ദിവസം ട്രോളി എന്നത്. ഇനിയിപ്പോൾ കോൺഗ്രസ് രാജവംശം അവരുടെ അഴിമതിയും അവരുടെ വഞ്ചിക്കുന്ന രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുമ്പോൾ അവരും തുടങ്ങും ട്രോളി. ഞാൻ ട്രോൾ ചെയ്ത് പേടിച്ചിരുന്ന ഒരാളല്ല. അത് സൂരജ് പറഞ്ഞല്ലോ, 2010 ഞാൻ 2G സ്കാം എക്സ്പോസ് ചെയ്തപ്പോൾ 4 ദിവസം എന്നെ റെയ്ഡ് ചെയ്ത പാർട്ടിയാണ് ഈ കോൺഗ്രസ്. എൻ്റെ വീട്ടിലും ഓഫീസിലും കയറി എന്നെ പേടിപ്പിക്കാൻ നോക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. ഞാൻ പേടിക്കുന്ന ആളല്ല, പട്ടാളക്കാരൻ്റെ മോനാണ്, BJPൻ്റെ പ്രവർത്തകനാണ്. ഈ കോൺഗ്രസും ലെഫ്റ്റും എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. എൻ്റെ പിന്തുണ ഈ ഹാളിലും 30 ഡിസ്ട്രിക്റ്റിലും വരുന്ന പ്രവർത്തകർ എൻ്റെ ഒരു ആർമിയാണ്, BJPൻ്റെ ഒരു ആർമിയാണ്. ഞാൻ അവരുടെ ഒരു ഫുഡ് സോൾജറുമാണ്. അപ്പോൾ അവരെ ട്രോൾ ചെയ്യും, അവരും നുണ പറയും. നമ്മൾ അതൊന്നും നോക്കണ്ട. ഈ വികസിത കേരളം എന്ന ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ച് നമ്മൾ മുമ്പോട്ട് പോവുക, അധ്വാനിക്കുക. അടുത്ത 6 മാസം എന്ത് ചെയ്യണം എന്ന് നമ്മുടെ ആരാണ് പറയാൻ പോകുന്നത്? അനൂപ്ജി ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻചാർജും പ്രഭാരിയും അദ്ദേഹം മുമ്പോട്ട് വയ്ക്കും. അതൊന്ന് മനസ്സിലാക്കി നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് നന്നായി മുമ്പോട്ട് പോവാം. അവസാനം എനിക്ക് പറയാൻ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ BJP ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണ്, ഞാനൊരു പ്രവർത്തകനാണ്. എല്ലാവരും 100% അധ്വാനിച്ചാൽ ഞാൻ 500% അധ്വാനിക്കാൻ തയ്യാറാണ്. അത് ഞാൻ എൻ്റെ ഒരു ഗ്യാരണ്ടി. ഞാൻ നേതാവാൻ അല്ല വന്നിരിക്കുന്നത്. അത് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. പക്ഷേ വികസിത കേരളത്തിന് വേണ്ടി, പാർട്ടീനെ ജയിപ്പിക്കാനും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്ന